ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് മിനിമലിസ്റ്റിൻ്റെ ഒരു ആൻറ്റി ഏജിങ് സിറമാണ് കേട്ടോ. ഒരു 30+ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറമാണ് കേട്ടോ. ഭയങ്കര യൂസാണ്, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇത്. നമുക്ക് വീക്ക്ലി ഒരു 3 പ്രാവശ്യമാണ് കേട്ടോ. റെറ്റിനോൾ 0.3% ഫേസ് സിറമാണ് ഇത്. നമുക്ക് ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു സിറമാണ് ഇത്. 30 ml ആണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. റെറ്റിനോൾ 0.3% ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 599 599 രൂപയാണ്. നമുക്ക് ഓൺലൈനിൽ കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് എത്രയാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഓരോ സമയത്തും നമുക്ക് റേറ്റ് ഓൺലൈനാകുമ്പോൾ നമുക്ക് എപ്പോഴും റേറ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഒറിജിനൽ റേറ്റ് 599 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ഇതുപോലെയാണ്. നമുക്ക് ഒരു 1-2 ഡ്രോപ്സ് ആയിട്ട് ഞാൻ ഫേസിലും നെക്കിലും ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കാൻ നേരത്തെ രാത്രിയിലാണ് നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇത് ഒരു 2-3 ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ മുഖത്തിട്ട് കൊടുത്ത് കഴുത്തിലും മുഖത്തുമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് അബ്സോർബ് ആവുന്നത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് ഇതങ്ങ് അബ്സോർബ് ആവും. നമ്മുടെ സ്കിന്ന് കണ്ടാൽ നല്ലൊരു ഗ്ലോ ഒക്കെ തോന്നും കേട്ടോ. ഒരു ഗ്ലാസ് സ്കിന്ന് പോലെ നല്ലൊരു ഗ്ലോ ഒക്കെ വരും. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ ജസ്റ്റ് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കളയുക. നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടോ, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. വാഷ് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ചേഞ്ച് തോന്നും കേട്ടോ. നല്ലൊരു ഗ്ലോയി സ്കിന്നായിട്ടൊക്കെ നമുക്ക് തോന്നും. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർവ് ആവും. മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 3-4 ഡ്രോപ്സ് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ അബ്സോർബായി കിട്ടും. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് കിടക്കാൻ നേരത്താണ്. ഇത് സാധാരണ രീതിയിൽ പറയുന്നത് വീക്ക്ലി 3 ടൈംസ് ആണ്. ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു ക്ലിയർ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യണം എന്നാണ് കേട്ടോ. വാട്ടർ ബേസ്ഡ് ആയിട്ടൊരു സിറമാണ്. മോയ്സ്ചറൈസറിന് മുന്നേ ആണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ അതിന് ശേഷം നൈറ്റിൽ മോയ്സ്ചറൈസറൊന്നും ഇട്ട് കൊടുക്കില്ല. ജസ്റ്റ് ഈ സിറം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. വീക്ക്ലി ഒരു 3 ടൈംസാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഗ്രാജുവലി വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ആഴ്ചയിൽ 3 ദിവസം മാത്രം ചെയ്തു കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ നെക്സ്റ്റ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മൾ നൈറ്റിലാണെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണല്ലോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സൂപ്പർബായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ വൈറ്റമിൻ സി സിറം അങ്ങനെയുള്ള പല ടൈപ്പ് സിറംസും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര വിസിബിളായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ്. മറ്റേതൊക്കെ നമുക്ക് സ്ലോ ആയിട്ടുള്ള ഒരു റിസൾട്ടൊക്കെയാണ് വരിക. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിന് ഒരു ചേഞ്ച് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സ്കിന്ന് നല്ലൊരു ഷൈനിങ് ഒക്കെ നമ്മുടെ സ്കിന്നിന് തോന്നും കേട്ടോ. രാത്രി കിടക്കാൻ നേരത്ത് ഇട്ടിട്ട് കിടക്കുക. ഞാൻ സാധാരണ വേറെ ക്രീംസ് മോയ്സ്ചറൈസറും ഒന്നും യൂസ് ചെയ്യാറില്ല. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഫേസ് കണ്ടാൽ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത പോലെ തോന്നും. പക്ഷേ ആ ഒരു ഓയിലിൻ്റെ സ്റ്റിക്നെസ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മൾ അപ്പം വിചാരിക്കും ഈ ഓയിലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ എന്ന് വിചാരിക്കും. ആദ്യം എനിക്ക് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ ഫേസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടുന്ന പോലെ നമുക്ക് ആ ഒരു രീതിയിൽ തോന്നും. ഓയിൽ അപ്ലൈ ചെയ്ത പോലെ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നായിട്ട് അങ്ങ് അബ്സോർബായി. നെക്സ്റ്റ് ഡേ നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിൽ എന്തോ അപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് തോന്നും. ഈ വാഷ് ചെയ്യുന്ന ടൈമിലും ജസ്റ്റ് വാഷ് ചെയ്തെടുക്കുക. പക്ഷേ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ യാതൊരുവിധ എഫക്റ്റും നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ഓയിൽ ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ഓയിൽ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ആ ഫേസ് വാഷ് ചെയ്യുമ്പോഴും ആ ഒരു ഓയിൽ കണ്ടൻ്റൊക്കെ നമ്മുടെ മുഖത്തുണ്ടാവുമല്ലോ. ഇതങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു ഓയിലി ടെക്സ്ചർ പോലെ തോന്നുന്നതാണ്. കാരണം വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറമാണ്.
ഒരിത്തിരി ഇങ്ങനെ സ്റ്റിക്കി പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഓയിൽ യൂസ് ചെയ്യുന്നത് പോലെ അല്ല കേട്ടോ. സൂപ്പർബാണ്. നിങ്ങൾക്ക് മൂക്കുരു ഒന്നും വരുന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളൊരു 1-2 ദിവസം നന്നായിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. നിങ്ങൾ പിന്നെ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും കേട്ടോ. സൂപ്പർബായിട്ടാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓയിലി അല്ല, ഡ്രൈയും അല്ല, ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. പക്ഷേ ചില സമയത്ത് കുറച്ച് ഓയിലി ആയിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സ്കിൻ ടൈപ്പാണ് എനിക്ക്. കുറച്ച് പിമ്പിൾസൊക്കെ ഉള്ള ടൈപ്പ് ഒരു സ്കിന്നാണ് എനിക്ക്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം പിമ്പിൾസ് വരുമോ അങ്ങനെ ഒന്നും, ഒരുപാട് ഓയിലി ആവുമോ ഒരുപാട് ഡ്രൈ ആവുമോ ആയിട്ടോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത പ്രോഡക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. റെറ്റിനോളിൽ ഇത് 0.3% ഉള്ളതാണ് കേട്ടോ. ഒരു ബിഗിനറായിട്ടുള്ളവർക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നത് 0.3 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളതായിരിക്കും. ഇതിലും കൂടിയതുണ്ട്. പക്ഷേ ഒരു ബിഗിനറിന് എപ്പോഴും ഈ ഒരു 0.3% ആയിട്ടുള്ള ഒരു റെറ്റിനോൾ സിറം നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ് കേട്ടോ. 0.3% ഉള്ള ഒരു സിറമാണിത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിന് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ 599ൻ്റെ പ്രോഡക്റ്റാണ്. ഇതിൽ കുറച്ചുകൂടി കുറഞ്ഞതുണ്ട്. അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലോ മിന്ത്രയിലോ എന്തോ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ചെറിയ ട്യൂബ് കണ്ടിരുന്നു. ഇതിപ്പോൾ 599ൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് റേഞ്ചിൽ ഉള്ള ചെറിയ ട്യൂബ് ഉണ്ടാവും, ഇതിൻ്റെ ചെറിയ ബോട്ടിലുണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിന് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വലുത് വാങ്ങിച്ചാലും മതി കേട്ടോ. എൻ്റെ ഫേസിന് ഇത് സ്യൂട്ട് ആവുമോ എന്ന് ടെൻഷനുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഈ റെറ്റിനോളിൻ്റെ ഈ ഒരു ആൻറ്റി ഏജിങ് സിറമാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര്, അതായത് നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള, ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു. പക്ഷേ 2 എണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബ്രാൻഡ് ഞാൻ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. അപ്പോൾ എൻ്റെ വിചാരം ജസ്റ്റ് നമുക്ക് പലരും ഇങ്ങനെ അതായത് റിവ്യൂസ് ചെയ്ത് വൈറലാണല്ലോ പല പ്രോഡക്ട്സും. ഒരുപാട് പേരെ റിവ്യൂസ് കാണുമ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് നോക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അത്ര യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് റേറ്റും ഒക്കെ കൂടുതലായതുകൊണ്ട് ഞാൻ അത്രയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അതിലൊരു പ്രോഡക്റ്റ്, അതിലൊരു മോയ്സ്ചറൈസർ, ഞാൻ വാങ്ങാത്ത മോയ്സ്ചറൈസർ ഞാനൊന്ന് വാങ്ങിച്ച് നോക്കിയിട്ടോ. സൂപ്പർബാണ്. എനിക്ക് ഈ 2 പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 2 പ്രോഡക്റ്റ്സാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.